ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ അഥവാ OCD. എന്താ അത്? ഒബ്സഷൻ എന്ന് പറയുന്നത് നിയന്ത്രിക്കാനാവാത്ത ചിന്തകളും കമ്പൾഷൻ എന്ന് പറയുന്നത് നിയന്ത്രിക്കാനാവാത്ത പ്രവൃത്തികളുമാണ്. പലതരത്തിലുള്ള OCDകളുണ്ട്. അത് കണ്ടാമിനേഷൻ OCD ആയിരിക്കാം, അതായത് നമുക്ക് ഭയങ്കര വൃത്തിയോട് കൂടി കാര്യങ്ങൾ, പെർഫെക്ഷൻ OCD ഉണ്ട്, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് വരണം. ഹാംഫുൾ OCD, നമുക്ക് എന്തെങ്കിലും ഒരു കത്തിയെടുത്ത് ആരെങ്കിലും കൊല്ലുവോ അറിയാതെ നമുക്കിങ്ങനെ തോന്നുന്നത്, നമ്മളത് ചെയ്യില്ല, പക്ഷെ ആ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് കാണുമ്പോൾ. അങ്ങനെ തോട്ട് OCD, ചില കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സമാധാനം കിട്ടും. അപ്പം അങ്ങനെ പലതരത്തിലുള്ള OCDകളുണ്ട്. സ്വന്തം നിലയിൽ എങ്ങനെയൊക്കെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്രീത്തിങ് ടെക്നിക്സ് ആണ്. നിങ്ങളുടെ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ്ങിലേക്കൊന്ന് ഫോക്കസ് ചെയ്യാം. യൂഷ്വലി നമ്മൾ ചെസ്റ്റ് ബ്രീത്തിങ്ങിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യാറ്. രണ്ടാമത്തേത് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ, അതായത് ഓരോ മസിൽസിനെയും ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെ ടൈറ്റൻ ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഇതിങ്ങനെ നന്നായിട്ട് ഇമാജിൻ ചെയ്ത് അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാം. പിന്നെ മൂന്നാമത്തേതെന്ന് പറയുന്നത് ഗ്രൗണ്ടിങ് ടെക്നിക്സ് ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് എക്സസൈസും ജേർണലിങ്ങും ആണ്. നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ തോട്ട്സും നിങ്ങളുടെ ഇമോഷൻസും ഒക്കെ നിങ്ങൾ ഡയറിയിലേക്ക് എഴുതി വെക്കുക. ഇനി അടുത്തതൊരു ERP തെറാപ്പിയാണ്. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഭയങ്ങളോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പോസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ചളി ഇഷ്ടമില്ലെങ്കിൽ ആ ചളിയിലേക്ക് നിങ്ങൾ എക്സ്പോസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വല്ലാതെ ഒരു ഭയവും ആങ്സൈറ്റി ഒക്കെ വരും. പക്ഷേ നിങ്ങളത് പതിയെ ഓവർകം ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പലരും പറയാറുണ്ട് OCDക്ക് ഒരു ട്രീറ്റ്മെന്റ് ഇല്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. നമ്മളുടെ തോട്ട്സിനെ അനലൈസ് ചെയ്യാനും അതിനെ റീഫ്രെയിം ചെയ്ത് അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു വണ്ടർഫുൾ തെറാപ്പിയാണ് സ്മൃതി മെഡിറ്റേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും സ്മൃതി മെഡിറ്റേഷൻ ഒന്ന് ട്രൈ ചെയ്യുക.